അങ്ങനെ വാട്സാപ്പിൽ ഇതാ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ഫീച്ചർ വന്നിരിക്കുകയാണ്, യൂസർ നെയിം. നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിലും ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഉടനെ തന്നെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ വന്നിരിക്കും. എന്താണ് യൂസർ നെയിം, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. യൂസർ നെയിം വാട്സാപ്പ് അവതരിപ്പിച്ചത് വാട്സാപ്പിൻ്റെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വാട്സാപ്പിൽ നമ്മളെ ഒരാൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ അവർക്ക് കൊടുക്കണം, എങ്കിൽ മാത്രമാണ് നിലവിൽ വാട്സാപ്പിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുക. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യൂസർ നെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ നെയിം മാത്രം നിങ്ങൾ അവർക്ക് കൊടുത്താൽ മതി. നിങ്ങളുമായിട്ട് അവർക്ക് കോൺടാക്റ്റ് ചെയ്യാം, ചാറ്റ് ചെയ്യാം, കോൾ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെ നമുക്ക് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? നമ്മുടെ പേരിൽ തന്നെ നമുക്കൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ ഒരു പേരിൽ മറ്റൊരാൾ യൂസർ നെയിം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു പേരിൽ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഒരു ഡോട്ടോ അല്ലെങ്കിൽ 1 2 3യോ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടർ എന്തെങ്കിലും ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്ത ഉടനെ തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല. കാരണം ഈ ഒരു യൂസർ നെയിം അപ്രൂവ് ആയി വരണം. വാട്സാപ്പ് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു യൂസർ നെയിം ഉപയോഗിക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിന് കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അപ്രൂവ് ആവും. കാരണം വാട്സാപ്പ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ അയച്ചു തരും നിങ്ങളുടെ യൂസർ നെയിം അപ്രൂവ് ആയിട്ടുണ്ട് എന്ന്. അപ്പോൾ മാത്രമാണ് ഈ ഒരു യൂസർ നെയിം നിങ്ങൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പുമായിട്ട് ആ ഒരു യൂസർ നെയിമിൽ അവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഇനി യൂസർ നെയിം നമുക്ക് ഏതെങ്കിലും മറ്റൊരു ലാംഗ്വേജിൽ ചെയ്യാൻ സാധിക്കുമോ എന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാകും. ഒരിക്കലും സാധിക്കില്ല. ഇംഗ്ലീഷിലല്ലാതെ മറ്റൊരു ലാംഗ്വേജിൽ നമുക്ക് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. വേൾഡിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ലാംഗ്വേജ് തന്നെ വേണമെന്ന് വാട്സാപ്പിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വാട്സാപ്പ് ഇംഗ്ലീഷിൽ മാത്രം യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ അനുമതി നൽകിയിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു യൂസർ നെയിം വെച്ചുകൊണ്ട് അവർക്ക് നമ്മളെ അവരുടെ കോൺടാക്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ വേണം, എങ്കിൽ മാത്രമാണ് നമ്മളെ അവർക്ക് കോൺടാക്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കുക, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കുക. അവർക്ക് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം, ചാറ്റ് ചെയ്യാം എന്നല്ലാതെ അവരുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ ഒരിക്കലും ഈ ഒരു യൂസർ നെയിം വെച്ചുകൊണ്ട് അവർക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു യൂസർ നെയിം വെച്ചുകൊണ്ട് അവരുടെ ഗ്രൂപ്പിലോ മറ്റോ ആഡ് ചെയ്യാനോ ഒരിക്കലും സാധിക്കില്ല. ഓക്കെ, ഇനി പല ആളുകൾക്കും സംശയമുള്ളത് ഈ ഒരു യൂസർ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും ഒഴിവാക്കാൻ സാധിക്കും. നമുക്ക് ഇഷ്ടം പോലെ ഏത് സമയത്ത് വേണമെങ്കിലും യൂസർ നെയിം ചേഞ്ച് ചെയ്യാനും സാധിക്കും. അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്താൽ പഴയ ആ യൂസർ നെയിം മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേ യൂസർ നെയിം നമുക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്യുക. ഓക്കെ, ഇനി ഈ ഒരു ഓപ്ഷൻ വാട്സാപ്പിൽ എവിടെയാണ് ഉള്ളത്, എന്താണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനായിട്ട് അപ്ഡേറ്റ് ചെയ്ത വാട്സാപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. എന്നിട്ട് ഇവിടെ പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇവിടെ പുതിയൊരു ഓപ്ഷൻ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും, യൂസർ നെയിം എന്ന ഓപ്ഷൻ. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല എങ്കിൽ ക്രിയേറ്റ് യൂസർ നെയിം എന്ന ഈ ഒരു പച്ച കളറിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു യൂസർ നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ @ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പേര് തന്നെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫൈസൽ എന്ന് ടൈപ്പ് ചെയ്യാണ്. പക്ഷേ ആ പേരിൽ ഇവിടെ യൂസർ നെയിം ഇല്ല, അത് ആരോ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 2 3 ഇട്ട് കൊടുത്തു, ഒരു രക്ഷയില്ല. 1 2 3 4 5 ഇട്ട് കൊടുത്തു, ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ ഫൈസൽ എന്ന് എഴുതിയിട്ട് ഡോട്ട് ഇട്ടിട്ട് 1 2 3 4 കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സേവ് ചെയ്യാം. ഇത് യൂസർ നെയിമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഇത് അപ്രൂവ് ആയി വരണം, എങ്കിൽ മാത്രമാണ് യൂസർ നെയിമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇനി മറ്റൊരാളുടെ യൂസർ നെയിം നമുക്ക് എങ്ങനെ സെർച്ച് ചെയ്യാൻ സാധിക്കും? ചാറ്റ് ലിസ്റ്റിൽ ഇവിടെ സെർച്ച് ബാറിൽ @ ആദ്യം ഇട്ടിട്ട് നിങ്ങൾ ആ ഒരു യൂസർ നെയിം സെർച്ച് ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അവരുടെ ചാറ്റ് ലിസ്റ്റ് വരും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവരോട് ചാറ്റ് ചെയ്യാം, കോൾ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിലവിൽ വാട്സാപ്പിൽ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വന്നു എന്നല്ലാതെ യൂസർ നെയിം വെച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നൊരു ഓപ്ഷൻ ഇതുവരെ വാട്സാപ്പ് അവതരിപ്പിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ നിലവിൽ വരും.
അതിനു മുമ്പ് നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഈ ഒരു പേരിൽ നിങ്ങൾക്ക് യൂസർ നെയിം കിട്ടിയിട്ടില്ലെങ്കിലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.